ഞാൻ വന്നിട്ട് എല്ലാവരോടും പറയും ഈ തിരക്കൊന്നും മാറട്ടെ. ഉപയോഗിച്ചിരുന്നു, എന്റെയാണ് പിടിച്ചേക്കണത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് പറയും. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. എങ്ങനെയുണ്ട് വരികള്? ഏത് ഐറ്റമിലെ തീ, ഇതുപോലുള്ള തീ ആയിട്ടുള്ള വാക്കുകൾ തൻ്റെ മ്യൂസിക്കിൽ ചേർത്ത് സമൂഹത്തിനോട് പറയാനുള്ളതെല്ലാം പറയുന്ന നമ്മുടെ വേടൻ ഇന്നിതാ ലഹരി ഉപയോഗിച്ചു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. വെറും ഉപയോഗിച്ചു എന്നുള്ള ആരോപണം ഒന്നും കാര്യങ്ങളൊന്നുമല്ല. സംഭവം ഡ്രഗ്, അതായത് ലഹരി, അതായത് കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്നും പിടിച്ചു. പോലീസിൻ്റെ അധികാരികളുടെ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം സമ്മതിച്ചു, മാധ്യമങ്ങളുടെ മുന്നിലും സമ്മതിച്ചു. എന്താ പറയുന്നത്? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ബാക്കി കാര്യങ്ങൾ വന്നിട്ട് പറയാം. താൻ എന്ത് പറയാനാണ് ഇനി? ഏതായാലും വേടനെ ഫ്ലാറ്റിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച വേടനെ നമുക്കൊന്ന് കാണാം. പുറത്തേക്ക് ഇറക്കുകയാണ്. സുഹൃത്തുക്കളെ, വേടനെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 5 ഗ്രാം 6 ഗ്രാം കഞ്ചാവുമായാണ് കിരൺ എന്ന വേടൻ കഞ്ചാവുമായി പിടിയിലാകുന്നത്. വേടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വന്നിട്ട് എല്ലാവരോടും പറയും ഈ തിരക്കൊന്നും മാറട്ടെ. ഉപയോഗിച്ചിരുന്നു, എന്റെയാണ് പിടിച്ചേക്കണത്. ബെസ്റ്റ്, ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് പറയും. എന്റെയാണ് പിടിച്ചത്, ലഹരി ഉപയോഗിച്ചിരുന്നു. വന്നിട്ട് എല്ലാത്തിനും ഉത്തരം പറയും. ഞാൻ ഇപ്പൊ തിരക്കൊന്ന് പോട്ടെ. എല്ലാം പറയും. വരട്ടെ. ഈ തിരക്കൊന്ന് ഒഴിഞ്ഞോട്ടെ, ഞാൻ പറയാം. അപ്പം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കാൻ, ലഹരി ഉപയോഗിച്ചിരുന്നു, എന്റേതാണ് പൊക്കിയത്, ലഹരി ഉപയോഗിച്ചിരുന്നു. ഇത് രണ്ടും താൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഇനി താനൊന്നും പണയണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. ഓക്കെ? എന്തായിരുന്നു? സത്യം പറയാമല്ലോ, വേടൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഫോളോവർ ഒന്നൊന്നും അല്ല ഞാൻ. എന്നിരുന്നാലും ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒരാൾ പോകുന്നുണ്ട്. ആള് പക്ക മാന്യനാണ്. മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളെ കയ്യിലെടുക്കുന്നുണ്ട്. നമ്മുടെ അനീതിക്കെതിരെ, അതായത് സർക്കാരുകളുടെ അനീതികൾക്കെതിരെ മ്യൂസിക്കിലൂടെ, സംഗീതത്തിലൂടെ മറുപടി പറയുന്ന, കുത്തി നോവിക്കുന്ന വാക്കുകൾ, തീയായി പടരുന്ന വാക്കുകൾ കൊണ്ട് മ്യൂസിക് ചെയ്യുന്ന വേടനെ എല്ലാവരെ പോലെ തന്നെ ഞാനും ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന് ചില പാട്ടുകളൊക്കെ, മ്യൂസിക്കുകളൊക്കെ എനിക്കും, റാപ്പ് മ്യൂസിക്കുകളൊക്കെ എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്ന് കേട്ടത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജിലുള്ള പെർഫോമൻസും ഇയാളുടെ ആരാധകരോടുള്ള വേടൻ്റെ അഭ്യർത്ഥന, ലഹരി ഉപയോഗിക്കരുതേ, എന്തൊരു അഭ്യർത്ഥനയായിരുന്നു. ഏതായാലും നമുക്ക് ആ വീഡിയോ കൂടി ഈ സമയത്തൊന്ന് കാണേണ്ടതുണ്ട്. അതൊന്ന് കാണാം. ഇൻഫ്ലുവൻസ് കൊണ്ടും ബോധവൽക്കരണമാണ്, കേട്ടോളി. ലഹരിക്കെതിരെ തലച്ചോറിനെ തിന്നോണ്ടിരിക്കണ മക്കളെ, പ്ലീസ്. ഗവൺമെന്റ് ഇത് വേണമെന്ന് പറയുമ്പോഴേ സൂപ്പർ കോമഡിയാണ്. നീ കള്ളു കുടിച്ചിട്ടുള്ള വേടത്തൊക്കെ സ്റ്റേജിൽ കയറി പറയണെന്ന് പറയും നിങ്ങള്, മനസ്സിലായ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിക്കും. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ യുവതലമുറയുടെ തലച്ചോറിനെ കാർന്ന് തിന്നും. ശ്രദ്ധിക്കണം. നമ്മുടെ വേടൻ പറഞ്ഞതാണ്. സ്റ്റേജിൽ ബോധവൽക്കരണവും ഫ്ലാറ്റിൽ ബോധം കെടുത്തലും, അല്ലേ? നല്ല പരിപാടിയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ മുന്നേ കണ്ടതാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു സൈഡിൽ നിന്നൊക്കെ ലഹരികൾ ഉപയോഗിക്കുന്നതും മറ്റുള്ള നടന്മാരും മറ്റുള്ള ഇതൊക്കെ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും ഇയാളത് ഇയാളുടെ ആരാധകരോട് ലഹരി ഉപയോഗിക്കരുത്, അത് ഭയങ്കര കേടാന്നൊക്കെ പറയുമ്പോൾ ഞാനും കരുതി ഇയാളിത് പരിപാടിയൊന്നും ഉണ്ടാവില്ല, മറ്റുള്ളവരെ ബോധവൽക്കരിച്ച്. കാരണം ഇയാളുടെ ഡൈഹാർഡ് ഫാൻസിനോടൊക്കെ അത് പറയുമ്പോൾ ഈ നമ്മുടെ ഒരു റോൾ മോഡൽ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്ന കുറേ ഫാൻസ് ഉണ്ടാവും. അപ്പോൾ ഇയാൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് കണ്ടത്. പക്ഷേ ഇന്ന് ഇപ്പോൾ കാണുമ്പോൾ ചിരി അടക്കാതെ ഇത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താ വെച്ചാൽ, ഈ വീഡിയോകൾക്കെതിരെയും അതിന് താഴത്തും കമൻറ്റുകൾ നിങ്ങൾ കാണണം. ഇവൻ്റെ ഫാൻസ് ആയിരിക്കും. വേടൻ തിരിച്ചു വരും, വേടൻ പവർ, വേടൻ മാസ് എന്നൊക്കെ കണ്ട്.
വേടൻ തിരിച്ചു വന്നോട്ടെ. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുന്നതാണെങ്കിൽ ഞാനും ഒപ്പുണ്ടായിരുന്നു. അതിനെതിരെ വീഡിയോ ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. വേടൻ തിരിച്ചു വരും, വേടൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ ഇനിയും ഞങ്ങൾ കേൾക്കണം, വീണ്ടും സർക്കാരുകൾക്കെതിരെയും അധികാരികൾക്കെതിരെയും ആ മൂർച്ചയുള്ള വാക്കുകൾ തുളച്ച് കയറണം എന്നൊക്കെ പറഞ്ഞ് നമുക്കും വീഡിയോ ചെയ്യാം. പക്ഷെ ഇതെന്താടോ, പൊതു മധ്യത്തിൽ വന്നിട്ട് അയാളെന്നെ കുറ്റസമ്മതം നടത്തി. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വരെ ഈ തിരക്കൊക്കെ ഒന്ന് മാറിക്കോട്ടെ, ഞാൻ പറയാം. എന്ത് പറയാൻ, ആർക്ക് കേൾക്കണം തൻ്റെ വാക്ക് ഇനി? തൻ്റെ ഫാൻസിനോട് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയാം. എന്നിട്ട് താൻ തന്നെ പോയിട്ട് 6 ഗ്രാമാണ് ഇവരെയൊക്കെ ഒന്ന് പിടിച്ചിട്ടുള്ളത്. 9 പേരൊക്കെ ഉണ്ടായിരുന്ന ഫ്ലാറ്റിൽ. അപ്പോൾ ഇതിൻ്റെ കേസിൽ എങ്ങനെ നിലനിൽക്കും? അത് ഈ 6 ഗ്രാമൊക്കെ എത്രത്തോളം എന്താണ് കേസുമായിട്ട് ശക്തിയുണ്ട്, കേസിന് ശക്തി ഉണ്ടെന്ന് നിയമവശം എനിക്ക് സത്യസന്ധമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്തിരുന്നാലും 1 ഗ്രാമാണെങ്കിലും താൻ ഉപയോഗിച്ചെന്ന് താൻ പറഞ്ഞല്ലോ, ലഹരി ഉപയോഗിച്ചല്ലോ. എന്നാൽ പിന്നെ തനിക്ക് വോയിസ് ഇല്ല, മനസ്സിലായ? ആ ഒരു ബോധവൽക്കരണം നടത്താൻ തന്നെ ഒരു അർഹതയില്ല. ഓക്കെ, എന്താ ചെറിയ ഇത് മാത്രമല്ല അവൻ്റെ ബോധവൽക്കരണ ക്ലാസ്, വേറെയും 2-3 വീഡിയോസൊക്കെ ഉണ്ട്. തപ്പി പിടിക്കണം, നേരില്ല. അതൊക്കെ കാണുമ്പോഴേ ഒരൊറ്റ നിമിഷം കൊണ്ട് വേടാ തൻ്റെ ആ ഒരു ഹൈപ്പ് ഒരു പ്രേക്ഷകരിലുള്ള ഒരു സത്യം പറയല്ലോ, മറ്റേ മലബാർ എന്ന് പറയുന്ന മറ്റാളെക്കാട്ടിയും എത്രയോ ഒരു പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് വേടനെ. മറ്റുള്ളവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയല്ലോ താൻ. അപ്പോൾ തൻ്റെ മൈൻഡിൽ ഈ ബോധവൽക്കരണം ചെയ്യുമ്പോൾ, ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണം ചെയ്യുമ്പോൾ അതിനോടുള്ള ആസക്തി കൂടിയിട്ട് അത് മറച്ചു വെച്ചിട്ട് ഒരു അഭിനയമായിരുന്നോ തൻ്റെ ആരാധകർക്ക് മുന്നിൽ സ്റ്റേജിൽ താൻ കാഴ്ചവെച്ചത്? ഇപ്പം ന്യൂസ് ഇതാ നമ്മളെ മുൻ ബിഗ് ബോസ് താരം വിന്നർ ജിൻഡോനെ വിളിപ്പിച്ചിരിക്കുന്നു. ജിൻഡോ മറ്റേ എന്താണ് ആ ഒരു സ്ത്രീയെ പിടിച്ചല്ലോ, ഒരു ഇതിൻ്റെ കാരിയറായിട്ട് നിൽക്കണ കഞ്ചാവിൻ്റെ. അവർക്ക് നിരന്തരം ഗൂഗിൾ പേ വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തൊക്കെ തെളിവുകളുണ്ടല്ലോ, ജിൻഡോയെ വിളിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഇന്നലെ ന്യൂസ് ഖാലിദ് റഹ്മാൻ സംവിധായകൻ, സത്യം പറയാലോ, ലഹരി എല്ലാ സ്ഥലത്തും കയറി കളിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ആളുകളെ, സെലിബ്രിറ്റീസൊക്കെയാണ് ഇത് ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അത്യാവശ്യം ഭയങ്കര അത്ഭുതത്തിനോടൊപ്പം തന്നെ വിഷമമുണ്ട്. ഇവരൊക്കെ ആണല്ലോ നമ്മൾ ഇങ്ങനെ സൂപ്പർ ആരാധിച്ച് കൊണ്ടാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ. ഖാലിദ് റഹ്മാനൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സംവിധായകനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ തന്നെ ഒരാളെ നമ്മളെ വേണ്ടപ്പെട്ട് ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വർക്കുകൾ നോക്കിയിട്ടാണല്ലോ. ഇയാളൊക്കെ ഇതിനൊക്കെ ആളായിരുന്നു എന്ന് അറിയുമ്പോൾ വണ്ടടിച്ചു. അയാളൊക്കെ സിനിമ പോയി ഓടുന്നുണ്ട്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പിടിച്ച ഫ്ലാറ്റിൽ 9 പേരോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവർ ഫ്ലാറ്റ് റൂം എടുത്തിട്ടുള്ളത് ഇവരെ വർക്കുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും, അതായത് മ്യൂസിക് കോമ്പോസിഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വായിച്ച് കേട്ടിട്ടുണ്ട്, ഒരുപാട് നമ്മളെ കലാകാരന്മാരൊക്കെ പണ്ട് മദ്യമായിരുന്നല്ലോ, മദ്യത്തിന് അടിമപ്പെടുന്നത് ഇങ്ങനെ ഈ വർക്കുകളുടെ പ്രഷർ കാരണമാണെന്നാണ്. ഇതാണ് കേൾക്കുമ്പോൾ ഇതിൻ്റെ വർക്കിനോടുള്ളൊക്കെ ആ പ്രഷറൊക്കെ കണ്ട് പോയിട്ട് നമുക്ക് കഴിവുകൾ കിട്ടുത്രേ. ഇപ്പോൾ നമ്മളെ അന്തരിച്ച തിലകൻ, അദ്ദേഹം നല്ല മദ്യപാനിയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. സെറ്റിൽ വരെ മദ്യപിച്ചിട്ട് എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഗിരീഷ് പുത്തഞ്ചേരി, അദ്ദേഹം മ്യൂസിക്കൊക്കെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് അടുത്ത വൃത്തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആയിരുന്നു വേടാൻ താനും. തനിക്ക് മ്യൂസിക് എന്തു പറയുക, ആരാധകർ പറയുന്ന പോലെ മൂർച്ചയേറിയ വാക്കുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 പുകച്ചാൽ മതിയായിരുന്നോ? പുകച്ച ഇങ്ങനെ മ്യൂസിക്കുകൾ കിട്ടുമായിരുന്നോ? ഇതിൻ്റെ ഒന്നും വിഷയം അതല്ല. നമുക്കൊരു നിലപാട് വേണം, മനസ്സിലായില്ലേ? നിലപാട് എന്ന് പറഞ്ഞ സാധനം ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും അതിനൊരു അർത്ഥം ഭയങ്കര വലുതാണ്. അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വലിയൊരു കാര്യമില്ല നിലപാട് എന്ന് പറഞ്ഞ കാര്യത്തിൽ.
ആ സാധനം ലെവലേഷൻ തൊട്ട് തീണ്ടിയിട്ട് ഇല്ല ഈ പറയുന്ന വേടൻ എന്ന് ഇന്നത്തോടെ തെളിഞ്ഞു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഫാൻസിൻ്റെ ഇടയിൽ സ്റ്റേജിൽ ബോധവൽക്കരണവും ഫ്ലാറ്റിൽ ബോധം കെടലും അല്ലേ. ഞാൻ എന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ അതാണ് ഞാൻ ആലോചിക്കണത്. ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ ഉപയോഗിച്ചിരുന്നു, എൻ്റെ കയ്യിൽ നിന്നുള്ളതാണ് പിടിച്ചത്. പക്ഷെ ഈ തിരക്കൊക്കെ ഒന്ന് ചെയ്യട്ടെ, ഞാൻ പറയാം. എന്തിന് ന്യായീകരണം പറയാനാണ്? താൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞോ, തൻ്റെതാണെന്നും പറഞ്ഞോ, ഇനി എന്താണ് ന്യായീകരണം? ഒരാരാധകർക്കും തൻ്റെ ന്യായീകരണം കേൾക്കണ്ട. ഓക്കെ, ഇനി മേലാൽ താൻ തന്നെ ഇന്നൊക്കെ ഇറങ്ങി താൻ തൻ്റെ പാട്ടിട്ടൊക്കെ പോയിക്കോ, ആവശ്യമുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഏതായാലും ആ വഹിക്കില്ല. ഓക്കെ, പക്ഷെ ഇനി മേലാല് ബോധവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഉടായ്പ് പരിപാടി എത്തി വരരുത്. ഓക്കെ, തനിക്ക് യാതൊരു അർഹതയില്ല. ഓക്കെ.